കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവരെ നാടിനാവശ്യമുള്ള ഒരു പൗരന്മാരായി നല്ല രീതിയിൽ അവരുടെ സ്വഭാവത്തിലും മറ്റുള്ളവരിലുള്ള പെരുമാറ്റത്തിലും എല്ലാം നല്ല രീതിയിൽ ആക്കിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ് രക്ഷിതാക്കൾക്ക്. പാരന്റിങ് എന്ന് പറഞ്ഞാൽ, രക്ഷാകർതൃത്വം എന്ന് പറഞ്ഞാൽ ഒരു സ്കിൽ, അതായത് ഒരു കഴിവാണ്, ഒരു ആറ്റിറ്റ്യൂഡാണ്. അത് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നതിനനുസരിച്ച് ആണ് നമ്മുടെ കുട്ടികൾ അവരുടെ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഒരുപാട് പേര് വളരെ വിഷമത്തോടു കൂടി സംസാരിക്കുന്നത് കേൾക്കാറുണ്ട്. കുട്ടികൾ ഞങ്ങളെ പോലെയല്ല, നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നതിനനുസരിച്ചിട്ടല്ല കുട്ടികൾ വളർന്നു വന്നത്, അവരുടെ സ്വഭാവത്തിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞ് അമ്മമാരാണ് കൂടുതലായിട്ട് വിഷമങ്ങൾ ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് എവിടെയോ ഒരു താളപ്പിഴ നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ ഫാമിലി റിലേഷനിൽ വന്നു പോയാൽ, എവിടെയെങ്കിലും അങ്ങനെയുള്ള ഒരു ബ്ലാക്ക് മാർക്ക് വന്നു പോയാൽ അത് കുട്ടികളുടെ ഭാവിയെ ഒരുപാട് ബാധിക്കും എന്നുള്ളതാണ്. അവരുടെ സ്വഭാവ രൂപീകരണം ഒക്കെ നടക്കുന്ന ആ ഒരു സ്റ്റേജ്, ഒരു സ്കൂൾ സ്റ്റേജിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ വളരെ നല്ല രീതിയിൽ മറ്റുള്ളവരോട് നന്നായി പെരുമാറി, നല്ല സ്വഭാവത്തോടു കൂടി, നല്ലൊരു സംസ്കാരത്തോടു കൂടി, പഠിപ്പും ജോലിയും മാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങളും കൂടി വരുമ്പോഴേ ഒരു കുട്ടിക്ക് ഒരു വ്യക്തിത്വം എന്നുള്ളത് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത്? നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിലുള്ള പല റെസ്പോൺസിബിലിറ്റീസും നമ്മൾ ഏറ്റെടുത്താൽ മാത്രമേ നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ നല്ല ഒരു പൗരന്മാരായി നാളത്തെ ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതിന് രക്ഷിതാക്കൾ അവരുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഒരു മെയിലും ഒരു ഫീമെയിലും അവർ കല്യാണം കഴിഞ്ഞു, അതുവരെയുള്ള ആ സെറ്റപ്പ് എല്ലാം മാറി അവർ വേറൊരു സ്റ്റേജിലേക്ക് കടക്കുകയാണ്. അപ്പോൾ പലതരം താളപ്പിഴകളും രണ്ടുപേര് അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഉള്ള ആ ഒരു പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവാം. പക്ഷെ അത് ആ രണ്ടുപേരിൽ മാത്രം ഒതുങ്ങുന്നതാണ്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഒരു കുട്ടി ആ ഒരു ഫാമിലിയിലേക്ക്, ആ രണ്ടുപേരുടെ ഇടയിലേക്ക് വരുമ്പോൾ അത് വേറെ ഒരു ഡിഫറെൻറ്റ് സ്റ്റേജ്, ഡിഫറെൻറ്റ് ലെവലായി പോവുകയാണ്. അപ്പോൾ ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ കുട്ടിയും കൂടി അത് ബാധിക്കാൻ തുടങ്ങുക. രണ്ടുപേരെ മാത്രമല്ല, ആ മൂന്നാമത്തെ ഒരു വ്യക്തിയും കൂടി ബാധിക്കാൻ തുടങ്ങുകയാണ്. നല്ല കാര്യങ്ങളാണെങ്കിൽ അത് നല്ല രീതിയിൽ പ്രതിഫലിക്കും, ചീത്ത കാര്യങ്ങളാണെങ്കിൽ അത് അതേപോലെ ചീത്ത രീതിയിലാണ് അത് പ്രതിഫലിക്കുക. അപ്പോൾ ഓരോരുത്തരും, ഓരോ രക്ഷിതാക്കളും, ഒരു അച്ഛനായാലും ഒരു അമ്മയായാലും നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടതായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയാം. അതായത് കുട്ടികൾ ജീവിതത്തിൽ വിജയിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് തരത്തിലുള്ള രക്ഷാകർത്താക്കളെ കാണാം. നമ്മൾ ചുറ്റുഭാഗം നോക്കിയാൽ കാണാം, പലതരമുള്ള ആളുകളുണ്ട്. അതായത് ഒരു സൊസൈറ്റി ആകുമ്പോൾ പല സ്വഭാവങ്ങളും പല തലത്തിൽ കൂടി വളർന്ന് വലുതായി വന്ന ആളുകളുടെ ആ ഒരു സ്വഭാവ പ്രതിഫലനം എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പേരൻസ് 5-6 തരം പേരൻസ് ആണ് നമ്മുടെ സൊസൈറ്റിയിൽ പൊതുവേ ഉള്ളത് എന്നുള്ളതാണ്. അതിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പറയാം. അതായത് ഏത് തരത്തിലുള്ള ഒരു പേരൻ്റ് ആയിരിക്കണം നമ്മൾ. ഒരു കുട്ടിയെ നല്ല രീതിയിൽ നമ്മുടെ ഒരു സൊസൈറ്റിക്ക് ആവശ്യമുള്ള ഒരു പൗരനാക്കി, ഒരു സൊസൈറ്റിയിൽ മുൻപന്തിയിൽ നിൽക്കാൻ തരത്തിലുള്ള ഒരു കുട്ടിയായി കൊണ്ടുവരാൻ നമ്മൾ എന്തെല്ലാം ആണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു പാരന്റിങ് എന്ന് പറയുന്നത് ഹോളിസ്റ്റിക് പാരന്റിങ് ആണ്. ഹോളിസ്റ്റിക് പാരന്റിങ് എന്നാണ് അതിന് പറയുക. ഹോളിസ്റ്റിക് പാരന്റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ, അതായത് ഈ രക്ഷാകർത്താവ് എന്ന രീതിയിൽ വളരെ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഹോളിസ്റ്റിക് പാരന്റ്സ് എന്ന് പറയുന്നത്. അവർ 2 തരത്തിലുള്ള സ്വഭാവമാണ് അവർ കാണിക്കുക. അവർ കുട്ടികളോട് വളരെ കരുണയുള്ളവരായിരിക്കും, പക്ഷേ എന്നാൽ വളരെ സ്ട്രോങ്ങും ആയിരിക്കും. കരുണയുള്ളവരെന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാൻ ഉള്ള ഒരു കഴിവ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ ഹോളിസ്റ്റിക് പാരൻസ് എന്ന് പറഞ്ഞാൽ. അതായത് ചില സ്ഥലങ്ങളിൽ വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് കുട്ടികളെ വലുതാക്കി കൊണ്ടുവരും. പക്ഷേ നോ എന്ന് പറയേണ്ട സ്ഥലത്ത് ആ നോ എന്ന് പറഞ്ഞ് ആ ഒരു കാര്യങ്ങളിൽ നിർത്താനും അവർ വളരെയധികം ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഹോളിസ്റ്റിക് പാരന്റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ഹോളിസ്റ്റിക് പാരൻസിനെയാണ്. അത് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് നമ്മുടെ സാഹചര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട്
കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. പലപ്പോഴും ഡിസിഷൻസ് ഒക്കെ വളരെ രീതിയിൽ ഈ ഹോളിസ്റ്റിക് പാരൻസിൻ്റെ മക്കളെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഡിസിഷൻസ് ഒക്കെ, അതായത് തീരുമാനങ്ങളൊക്കെ വളരെ നന്നായിട്ട് എടുക്കുന്നവരായിരിക്കും അവർ. അതായത് ഒരു കാര്യത്തിലും തളർന്നു പോവാതിരിക്കുക, ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക, തെറ്റെന്ന് തോന്നുന്നത് അവർ തന്നെ ഒഴിവാക്കുന്നതായിട്ടുള്ള ഒരു രീതി കണ്ടിട്ടുണ്ട്. ഇന്നലെ ഒരാളായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അവർ 4 ആണുങ്ങളും ഒരു പെൺകുട്ടിയാണ് ഒരു വീട്ടിൽ. ആണുങ്ങളെന്നും പെൺകുട്ടിയെന്നും പറയാൻ പറ്റില്ല, അവരൊക്കെ ഒരു 40, 45, 50 ആ ഒരു ഏജിലുള്ള ആളുകളാണ്. പെൺകുട്ടിയാണ് ഏറ്റവും ചെറുത്. അപ്പോൾ ആ പെൺകുട്ടിക്ക് 3 മക്കളുണ്ട്. മറ്റ് ആണുങ്ങളെല്ലാവരും മാരീഡാണ്, അവർക്ക് കുട്ടികളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഫാമിലി ആയിട്ട് കഴിയുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് മാത്രം ഒരു ചെറിയ പ്രശ്നം വന്നു കുടുംബത്തിൽ. അവളുടെ ഹസ്ബൻഡ് അവളെ ഒഴിവാക്കിയിട്ട് പോയി. പക്ഷെ ആ കുട്ടിക്കും 3 കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാവരും അടുത്തടുത്തൊക്കെയാണ് താമസിക്കുന്നത്, ഈ ആണുങ്ങളൊക്കെ. അപ്പോൾ പെൺകുട്ടി തിരിച്ചു വന്നു, വീട്ടിലേക്ക് തിരിച്ചു വന്നു, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കുട്ടികളെയും കൊണ്ട് തിരിച്ചു വന്നു. അപ്പോൾ അവർക്ക് ഉമ്മ മാത്രമേ ഉള്ളൂ, വാപ്പ നേരത്തെ മരിച്ചു പോയ ആളാണ്. അപ്പോൾ ഈ സംസാരിച്ച് വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു, ഇനി എന്ത് തന്നെ ആയാലും ഞങ്ങൾ അവളുടെ കാര്യങ്ങൾ നോക്കും. ഞങ്ങൾ 4 ആങ്ങളമാരാണ് അവൾക്കുള്ളത്. അപ്പോൾ അവൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഞങ്ങൾ അവളുടെ കാര്യങ്ങൾ നോക്കി, അവളുടെ മക്കളെയും നോക്കി ഞങ്ങൾ അവളെ കൊണ്ടുവരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു, 4 പേരും വേറെ വീടാണ്, തറവാട് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ തറവാട്ടിലേക്ക് ആ പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് അവൾ അവിടെ താമസിക്കട്ടെ, അതായത് തൊട്ടടുത്ത് തന്നെ ഇവരെല്ലാവരും ഉണ്ട്, അവിടെ താമസിക്കട്ടെ. എന്നിട്ട് ഉമ്മയും കൂടി അവളുടെ അടുത്തേക്ക് ആക്കി. അതായത് ഉമ്മയും കൂടി അവളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും അവൾക്കും എല്ലാം മെൻ്റലിയും അതൊരു ഹെൽപ്പാണല്ലോ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കാൻ ഈ ആങ്ങളമാരും ഉണ്ട്. അപ്പോൾ എത്ര സന്തോഷം തോന്നിയ ഒരു കാര്യമാണത്. അപ്പോൾ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ കുട്ടിക്ക് പലതരം പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നൊക്കെ അവർ മോചിപ്പിച്ചുകൊണ്ട് ഞങ്ങളുണ്ട് അവൾക്ക്, ഇനി എന്തായാലും അവന് ഞങ്ങൾ അവളെ വിട്ടുകൊടുക്കുന്നില്ല. കാര്യങ്ങളൊക്കെ കുറേയൊക്കെ സംസാരിച്ച് പരിഹരിക്കാനൊക്കെ അവർ നോക്കി, പക്ഷെ അതൊന്നും സാധിച്ചിട്ടില്ല. അപ്പം എന്തായാലും ആ കുട്ടിക്ക് അത് വളരെ ഒരു ആശ്വാസമാണ്. കാരണം എൻ്റെ ആങ്ങളമാരെൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അത് ഒരു വലിയൊരു കാര്യമാണ്. എനിക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഇത്രയും പ്രതികൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളിൽ കൂടെയാണ് ഇന്ന് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. പലർക്കും ജോലിയില്ല, പലർക്കും ജീവിത സാഹചര്യങ്ങളില്ല. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സ്ഥിതിയിലും മറ്റുള്ളതെന്ന് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും എന്നാലും ഒരാളെ ഹെൽപ്പ് ചെയ്യുക, അവരെ കൂട്ടിപ്പിടിക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെ. അത്തരത്തിലുള്ള കുട്ടികളെ ഡെവലപ്പ്, അത്തരത്തിലുള്ള ഒരു ജനറേഷനെ, ഒരു തലമുറയെ വാർത്തെടുത്തുകൊണ്ട് വരിക എന്നുള്ളതാണ് ഓരോ രക്ഷിതാവും ചെയ്യേണ്ട പരമപ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഹോളിസ്റ്റിക് പാരൻസ് ശരിക്കും ചെയ്യുന്നത് അതാണ്. എല്ലാ നല്ല കാര്യങ്ങളും കുട്ടികളിൽ അവർ തന്നെ ഇമ്പോസ് ചെയ്യുക, അതായത് അവർ തന്നെ വളർത്തി കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ ഈ പേരൻസ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. വേണ്ടാത്തതിനെ ഒഴിവാക്കി നല്ലതിനെ ചേർത്ത് പിടിക്കാനുള്ള ഒരു തൻ്റെ ഇടം കുട്ടികളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഹോളിസ്റ്റിക് പേരൻസ് ആയി മാറാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത്. ഒരിക്കലും നേരം വൈകി എൻ്റെ കുട്ടികൾ വലുതായി അപ്പോൾ എനിക്ക് ഇനി അതിന് സമയമില്ല, കുട്ടികളെ നന്നാക്കാനുള്ള ടൈമില്ല എന്നൊരിക്കലും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഏത് മിനിറ്റിലും ഈ ഒരു ദിവസം നമുക്ക് തുടങ്ങിയാലും നമ്മുടെ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ കുട്ടികളിൽ ആ ഒരു സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും കാണുന്നതാണ്. അപ്പോൾ ഒരിക്കലും നമ്മളത് സമയം വൈകി ഇനി ടൈമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ഏത് തരത്തിലാണ് നമ്മൾ ഇത്രയും ദിവസം പോയിരുന്നത് എങ്കിലും, എന്ത് തരത്തിലാണ് നമ്മൾ കുട്ടികളോട് പെരുമാറിയിരുന്നത് എങ്കിലും ഒരു ദിവസം നമുക്കതിൽ ചേഞ്ച് വരുത്താം. അപ്പോൾ ഈ നാളെ മുതൽ നമ്മളത് ശരിയാക്കി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യത്യാസം നമ്മുടെ കുട്ടികളിൽ നമുക്ക് കാണാൻ കഴിയും. പലർക്കും ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അത് ചെയ്തിട്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒക്കെ ഈ ഒരു സ്ട്രെയിൻ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന ഈ 5 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൊന്ന് പകർത്തി നോക്കൂ. അതിനുള്ള വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും വരുന്നതാണ്. അപ്പോൾ ഹോളിസ്റ്റിക് പാരന്റ് ആവാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് രക്ഷിതാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നത്. അതായത് കുട്ടിക്കൊരു പ്രോബ്ലം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛൻ പറയും അമ്മ ശരിക്കും നോക്കിയില്ല, അമ്മയല്ലേ കുട്ടികളെ വളർത്തേണ്ടത്, അമ്മയല്ലേ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് പോകേണ്ടത് എന്ന് പറഞ്ഞ് അച്ഛൻ അമ്മയെ കുറ്റം പറയും.
അമ്മയാണെങ്കിലോ അച്ഛനെ കുറ്റം പറയും, അച്ഛൻ ശരിക്കും നോക്കിയില്ല അതിനെ കൊണ്ടാണ് എന്നുള്ളത് പറയും. അപ്പൊ ഇത് രണ്ടും കേൾക്കുന്നത് ഈ കുട്ടികളാണ്. അപ്പൊ കുട്ടികൾക്ക് തോന്നുകയാണ് കുട്ടികൾ എന്തോ ഒരു വലിയ പ്രശ്നത്തിലാണ് അവര് നിൽക്കുന്നത് എന്നുള്ളതും ഇതിന് യാതൊരു പരിഹാരവും ഇല്ല, അച്ഛനും അമ്മയും ഞങ്ങളെ കൈവിടുകയാണ് എന്നുള്ളതൊക്കെ കുട്ടികൾക്ക് മാനസികമായിട്ട് ഒരു തോന്നൽ വരാം. അപ്പോൾ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അച്ഛനും അമ്മയും രണ്ടുപേരും കൂടി ഉണ്ടായ ഒരു ലൈഫാണ് ആ കുട്ടിയുടേത്. നമ്മൾ പകർന്നു കൊടുക്കുന്ന നമ്മുടെ വീട്ടിലെ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് കുട്ടിയുടെ സ്വഭാവം രൂപീകരണം ഉണ്ടാവുന്നത്. അപ്പോൾ എന്തൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അച്ഛനും അമ്മയും ഒരുമിച്ച് ഏറ്റെടുക്കണം എന്നുള്ളതാണ്. അതിൽ ആ അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വലിയൊരു സ്റ്റേജാണ്, വലിയൊരു ലെവലാണ്. അപ്പൊ രണ്ടുപേര് അത്ര ആ ഒരു ലെവലിലുള്ള രണ്ടുപേരും കൂടി ഇരുന്ന് ആലോചിച്ച് പരിഹരിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഈ ഒരു ലോകത്ത് യാതൊരു കാര്യങ്ങളും ഇല്ല. നമ്മുടെ കുട്ടികളുടെ ഒരു കാര്യമാണ്. കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു രീതിയിൽ എടുക്കാതെ അത് വളരെ ഒരു ഈസി ആയിട്ട് എടുത്ത് അതിന് പരിഹാരം കണ്ട് അവരെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പലപ്പോഴും കുട്ടികളെ കൊണ്ട് ഇനി എന്താ ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്ന അമ്മമാർ ഒരുപാടുണ്ട്. അപ്പോൾ ആ കുട്ടിയെ നമ്മൾ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. അച്ഛൻ എന്ന് പറഞ്ഞാലും അമ്മ എന്ന് പറഞ്ഞാലും അതാണ് നമ്മുടെ റോൾ. കുട്ടിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞ് ഇനി എന്താ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞിരിക്കാതെ ആ കുട്ടിയെ അതിൽ നിന്ന് മറികടക്കാനുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതാണ് ഒരു പേരന്റ് ചെയ്യേണ്ടത്, അതാണ് ഒരു രക്ഷാകർത്താവ് ചെയ്യേണ്ടത്. അത് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. കുട്ടി നേരെ ആ കാര്യങ്ങളെല്ലാം നമ്മളോട് പറയും, അവൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയും, അല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് ഷെയർ ചെയ്യും. അപ്പം നമുക്കതിന് പരിഹാരം കാണാവുന്നതാണ്. അപ്പോൾ ഒരിക്കലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി കുട്ടികളുടെ മുന്നിൽ നമ്മൾ തന്നെ ചെറുതാവാതിരിക്കാൻ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. ഓരോ ഉത്തരവാദിത്വം നമ്മൾ രണ്ടുപേരും അച്ഛനായാലും അമ്മയായാലും തുല്യമായിട്ട് ഏറ്റെടുത്ത് അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ കുട്ടികളുമായിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ്, കുട്ടികളുമായിട്ട് നമുക്ക് എപ്പോഴും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ജോലി തിരക്കിൽ ഇന്നത്തെ കുടുംബങ്ങളിലുള്ള ഒരു പ്രശ്നം, ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. കുട്ടികളുമായിട്ട് ഒരു ആശയവിനിമയം കുറവാണ്. രാവിലെ ഭയങ്കര തിരക്കായിരിക്കും, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, പേരൻസിന് ജോലിക്ക് പോകണം, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളെ കൊണ്ട് രാവിലെ നമ്മുടെ ടൈം പോകുന്നത് ആരും അറിയുന്നേ ഇല്ല. എല്ലാവരും ഓടി ഓഫീസിലേക്ക് പോയി, കുട്ടികൾ സ്കൂളിലേക്ക് പോയി. വൈകുന്നേരമുള്ള സമയം ആണ് നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്ത് തന്നെയായാലും ഒരാൾക്ക് 24 മണിക്കൂർ ഒരു ദിവസമുണ്ട്. സമയമില്ല എന്ന് പറയുന്നതൊക്കെ ഒരു ഒഴിവുകഴിവ് മാത്രമാണ്. കുട്ടികളുമായിട്ട് നമുക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സമയം നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. അത് ട്യൂഷൻ ആയിക്കോട്ടെ, സ്കൂൾ ടൈം ആയിക്കോട്ടെ, നമ്മൾ ഓഫീസ് ടൈം ആയിക്കോട്ടെ, എല്ലാം അതിൽ നിന്ന് മാറ്റി വെച്ച് ഒരു 1-2 മണിക്കൂർ, ആദ്യം തുടക്കത്തിൽ നമ്മളൊരു അരമണിക്കൂർ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, അതല്ലാത്ത സമയത്ത് എല്ലാം നമ്മൾ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. കുട്ടികളോട് നമ്മൾ സംസാരിക്കുന്നതിനനുസരിച്ചാണ് അവർ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുക. കുട്ടികളെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് നമുക്ക് സമയമില്ല, അയ്യോ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും അവർ നമ്മളിൽ നിന്ന് ഷെയർ ചെയ്യുന്നത് കുറയും. അപ്പോൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഒരു അരമണിക്കൂറെങ്കിലും കുട്ടികളുമായിട്ട് നമ്മൾ എപ്പോഴും കാര്യങ്ങൾ സംസാരിച്ചിട്ടും ഒരു കാര്യങ്ങളും ഇല്ലാതെ അവരുടെ കാര്യങ്ങൾ കേൾക്കുക. മൊബൈൽ യൂസ് ചെയ്യാതെ, അതുപോലെ ഇൻട്രോഗേറ്റ് ചെയ്യാതെ, അവർ പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ടും ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാതെ, അതിൽ കയറി ഇടപെടാതെ, അഡ്വൈസസ് കൊടുക്കാതെ, അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു അരമണിക്കൂർ നമ്മൾ കേൾക്കുക. എന്നിട്ട് കേട്ടതിന് ശേഷം അവർക്ക് സ്കൂളിലെ കാര്യങ്ങളായിരിക്കാം, വേറെ പുറത്തുള്ള കാര്യങ്ങളായിരിക്കാം, എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അതിലെന്താണ് കറക്ഷൻസ് വേണ്ടത്, അതിലെന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളത് പതുക്കെ വളരെ കാമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെന്നുള്ളതാണ്. ആ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും നമ്മൾ ചെയ്യാത്തൊരു കാര്യം അത് തന്നെയാണ്. കുട്ടികളുമായിട്ട് നമ്മൾ ഷെയറിങ് നമ്മൾ ശീലിപ്പിക്കണം. അവരുടെ അടുത്ത തലമുറ, കുട്ടികളുടെ അടുത്ത തലമുറ അവർ വളർത്തിക്കൊണ്ടുവരാനും ഈ ഒരു ഷെയറിങ് ഒരു ലെസൺ ആയിരിക്കണം അവർക്ക്. അവരും അവരുടെ കുട്ടികളോട് അത്തരത്തിൽ പെരുമാറണം എന്നുള്ളത് നമ്മൾ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുക, പറഞ്ഞു കൊടുക്കുകയല്ല, നമ്മുടെ ഒരു പെരുമാറ്റത്തിൽ കൂടെ അവർ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിനു വേണ്ടി നമ്മൾ തേർഡ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം.
നമ്മുടെ ചുറ്റുഭാഗമുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ പലതും നമുക്കില്ലാത്തത് നമ്മൾ എടുക്കേണ്ടി വരും. ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരാ ചെയ്യുന്നത് തെറ്റാണ്, അത് നമ്മൾ പകർത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലേണിംഗ് നമുക്ക് എപ്പോഴും ആവശ്യമുണ്ട്. ഒരു ഹോളിസ്റ്റിക് പാരൻ്റായി മാറണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുഭാഗമുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എപ്പോഴും ഒരു പഠിതാവായിരിക്കണം. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമത്തെ കാര്യം, നമ്മൾ ജെന്യൂനായിട്ട്, അതായത് വളരെ ഒരു ഡ്രാമ ഇല്ലാതെ, അതായത് ഒരു നാടകീയമായിട്ട് നമ്മൾ കുട്ടികളോട് ഒരുപാട് നാൾ നമുക്ക് പെരുമാറാൻ കഴിയില്ല. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് ശരിയായിട്ടുള്ള ഒരു സ്വഭാവമല്ല. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ്, വളരെ ഷാർപ്പാണ് അവർ. പല സാഹചര്യങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന കുട്ടികളായത് കാരണമാണ് അവർക്കത് മനസ്സിലാവും. അപ്പോൾ ഒട്ടും ഡ്രാമ ഇല്ലാതെ വളരെ നാച്ചുറലായിട്ട് നമ്മൾ കുട്ടികളിലുമായിട്ട് പെരുമാറുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മൾ നല്ല രീതിയിൽ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഒരുപാട് നാടകീയമായിട്ട് ഒരുപാട് ദേഷ്യം അഭിനയിച്ചിട്ടും ഒരുപാട് നല്ല ആളാണ് ഞാൻ എന്നുള്ളതൊന്നും അഭിനയിച്ചുകൊണ്ട് ഒരുപാട് നാളൊന്നും നമുക്ക് കുട്ടികളുടെ മുന്നിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സ്വഭാവം എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ കുട്ടികളോട് പെരുമാറുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ചില ആളുകൾ കണ്ടിട്ടുണ്ട്, കുട്ടികളുമായിട്ട് എപ്പോഴും വഴക്കായിരിക്കും, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ചീത്ത പറയുക, അടിക്കുക, അങ്ങനെയുള്ളതൊക്കെ. ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ 1-2 അടിയൊക്കെ കുട്ടികൾക്ക് കൊടുക്കും. അതായത് ഒട്ടും അടിക്കാതെ ഒന്നും നമ്മൾ കുട്ടികളെ വളർത്തില്ല. എത്ര തന്നെ പറഞ്ഞാലും നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നതായിട്ടുള്ളത് എല്ലാവർക്കും ഉണ്ടാവും അത്. പക്ഷേ ഒരു സമയം കഴിഞ്ഞാൽ, ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. കുട്ടികളോട് ഒരുപാട് ഉറക്കെ സംസാരിക്കുക, അവരെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് പോലെയുള്ള സംസാരങ്ങൾ, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് അവരെ ചീത്ത പറയുക, അതുപോലെ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ അവരെ ഹാർഷായിട്ട് അവരോട് പെരുമാറുക, അതൊന്നും ചെയ്യാൻ പാടില്ല. കുട്ടികൾക്ക് എപ്പോഴും ഒരു അഭിമാനം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെപ്പോലെ തന്നെയാണ് കുട്ടികളും. അവരെ നമ്മൾ നല്ല രീതിയിലാണ് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവർക്കും കൊടുക്കുക എന്നുള്ളത്. മറ്റുള്ളവർ നമ്മളോട് ഒരു നല്ല രീതിയിൽ പെരുമാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. അതേപോലെ തന്നെയാണ് കുട്ടികളെ നമ്മൾ അവർക്കും നല്ല ഒരു അഭിമാനത്തോടു കൂടെ അവരെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഹോളിസ്റ്റിക് പാരന്റ് ആവാൻ വേണ്ടിയിട്ട് ഈ 5 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഇങ്ങനെ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പോൾ നമ്മുടെ കുട്ടികളിൽ വ്യത്യാസങ്ങൾ നമുക്ക് തന്നെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ചെയ്യാൻ പാടില്ലാത്തത്, ഒരു കുട്ടിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു കുട്ടി ഉണ്ടായി കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെ ആവരുത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഒരു 5 പോയിന്റ്സ് ഉണ്ട്. അത് ചില പേരൻസ് ഭയങ്കര ഹാർഷ് ആയിരിക്കും. ഹാർഷ് എന്ന് പറഞ്ഞാൽ വളരെ പരുക്കൻ സ്വഭാവമായിരിക്കും. കുട്ടികളെ എപ്പോഴും ചീത്ത പറഞ്ഞിട്ടും നോ എന്നുള്ളത് പറഞ്ഞിട്ടും അവരെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ ഇരിക്കുന്നതും, അത്തരത്തിലുള്ള കുട്ടികൾ ഭാവിയിൽ ഡിപ്രഷനിലേക്ക് പോകുന്നതും, ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള താല്പര്യം, ഭയങ്കര അഗ്രസീവായി പോവുക, ഭയങ്കര ദേഷ്യത്തോടു കൂടി മറ്റുള്ളവരോട് പെരുമാറുക, ഒട്ടും മറ്റ് സഹജീവികളോട് ഒട്ടും കരുണയില്ലാത്തവരായി തീരുക, അങ്ങനെയുള്ള കുട്ടികളിലാണ് ഈ ഹാർഷ് പാരൻസിനുണ്ടാവുക. അപ്പോൾ ഒരിക്കലും നമ്മൾ കുട്ടികളോട് ഹാർഷായിട്ട് നിൽക്കരുത്. അതായത് ഭയങ്കര സ്ട്രോങ് ആയിട്ട്, ഭയങ്കര പരുക്കനായിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികളോട് പെരുമാറാൻ പാടില്ല. നമ്മുടെ കുട്ടികളോടെന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഒരിക്കലും നമ്മൾ അങ്ങനെ പെരുമാറാൻ പാടില്ല. അപ്പം ഹാർഷ് പാരന്റിങ് എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമാണ്. രണ്ടാമത്തത് ഡിക്റ്റേറ്റേഴ്സ് ആയിരിക്കും പേരൻസ്. ഡിക്റ്റേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എല്ലാ ഓർഡേഴ്സും കൊടുക്കും. നമ്മൾ ഈ ഡിക്റ്റേറ്റേഴ്സ് ആയിട്ടുള്ള പേരൻസ് വിചാരിക്കുന്നത് അവർ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ് എന്നുള്ളതാണ്. എല്ലാ കാര്യം അവർ വിചാരിച്ച പോലെ ചെയ്യണം. അപ്പോൾ പറയും, ഇത് ചെയ്തോ, അത് ചെയ്തോ, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കുട്ടികൾക്കൊരു ഡിസിഷൻ മേക്കിംഗ് അവർക്ക് അറിയില്ല. അത് ഇങ്ങനെയുള്ള കുട്ടികൾ ഭാവിയിൽ വളർന്നു വരുമ്പോൾ അവർക്ക് ഒരു തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് അറിയാതായി പോകുന്നതാണ്. കാരണം അച്ഛൻ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറയും, അമ്മ അതേപോലെ പറയും, അപ്പോൾ അവരത് ചെയ്തുകൊണ്ട് പോകും. അല്ലാതെ ഒരു സാഹചര്യത്തിൽ എന്താണ് തീരുമാനം എടുക്കേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതൊന്നും അറിയാതെ പോകുന്നത് ഈ ഡിക്റ്റേറ്റേഴ്സ് ആയിട്ടുള്ള പേരൻസിൻ്റെ മക്കളാണ്. അപ്പോൾ നമ്മൾ കഴിയുന്നതും ഡിക്റ്റേറ്റേഴ്സ് ആവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ വേറൊരു പേരൻസ് എന്ന് പറയുന്നത് പെർമിസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു കൊടുക്കുക.
കുട്ടികൾ എന്ത് പറഞ്ഞാലും അത് സമ്മതിച്ചു കൊടുക്കുക, അവർക്ക് എന്ത് സാധനം വേണമെന്ന് പറഞ്ഞാലും അത് വാങ്ങിക്കൊടുക്കുക. അങ്ങനെയുള്ളവര് ഭാവിയിൽ, അങ്ങനെയുള്ള പേരൻസിന്റെ കുട്ടികൾ ഭാവിയിൽ ഒരു നോ എന്ന് കേൾക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. എല്ലാം അവരവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നടക്കണം എന്നുള്ളത്. കാരണം അവർ ചെറുപ്പത്തിൽ അവരുടെ കാര്യങ്ങളെല്ലാം പേരൻസ് സാധിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഒരിക്കലും നോ എന്ന് അവർ കേട്ടിട്ടില്ല. അപ്പൊ പലപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ മീഡിയയിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, ഒരാൾക്ക്, ഒരു പയ്യന് ഒരു പെൺകുട്ടിയോട് ഒരു ഇഷ്ടം തോന്നി, ആ കുട്ടി വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവളെ കത്തിയെടുത്ത് കുത്തി, അതുപോലെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ചു, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പെർമിസീവ് പാരന്റിങ്ങിൽ വരുന്ന ഒരു താളപ്പഴയാണ്. അതായത് എല്ലാം സാധിച്ചു കൊടുക്കുന്നതിലൂടെ ആ കുട്ടി നോ എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. താൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം എന്നുള്ളത് വിചാരിക്കുന്ന കുട്ടികളായിരിക്കും ആ ഒരു തലത്തിൽ പോകുന്നത്. ഇനി നാലാമതായിട്ട് പറയേണ്ടത് നെഗ്ലക്ട്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ഒഴിവാക്കുക. അവർ ഭയങ്കര ബിസി ആയിരിക്കും, പേരൻസ് ഭയങ്കരമായിട്ട് തിരക്കുള്ള ആളുകളായിരിക്കും. അപ്പോൾ കുട്ടികളുടെ അടുത്തേക്ക് വരുമ്പോഴും അവരവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കുമ്പോഴും ഒക്കെ ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിയട്ടെ, എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് കുട്ടികളെ മാറ്റുക, അതായത് നെഗ്ലക്റ്റ് ചെയ്യുക. എപ്പോഴും കുട്ടികളെ മാറ്റി നിർത്തുന്ന ഒരു തരം പേരൻസ് ആണ് നെഗ്ലക്ട്ഫുൾ പാരൻസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പേരൻസിന്റെ കുട്ടികൾ ഭാവിയിലേക്ക് ഈ ഒരു ഒതുങ്ങി പോകുന്നത്, വളരെയധികം ആരുമില്ലാത്ത ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നതും അവർക്ക്, അതുപോലെ ഈ മീഡിയ അഡിക്ഷൻ ഒക്കെ വരുന്നത്, അതായത് മൊബൈൽ അഡിക്ഷൻ, അവർ ഗെയിമുകളിലേക്ക് പോകുന്നത്, പലതരം വീഡിയോസ് വാച്ച് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു ഒതുങ്ങി പോവുക എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അവർ മറ്റുള്ളവരുമായിട്ട് അധികം മിങ്കിൾ ചെയ്യാതെ ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും താല്പര്യം. കാരണം അവർക്ക് അവരുടെ പേരൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത് അങ്ങനെയുള്ള ഒരു റിയാക്ഷനാണ്. അവരെ ഒതുക്കി നിർത്തുക, അതായത് അവരെ അടുത്തേക്ക് വരാൻ സമ്മതിക്കാതിരിക്കുക. അവർക്ക് എപ്പോഴും ബിസി ആയതിനെ കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. പക്ഷെ അത് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ദോഷങ്ങൾ ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒരിക്കലും നമ്മളൊരു നെഗ്ലക്ട്ഫുൾ പാരൻസ് ആവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ലാസ്റ്റ് ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു പാരൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓവർ ഇൻവോൾവ് ആയിരിക്കും കുട്ടികളുടെ കാര്യത്തിൽ. എന്ത് കാര്യമാണെങ്കിലും കുട്ടികളുടെ കാര്യം അവർ അങ്ങോട്ട് ചെയ്യും. അതായത് ഒരു അസൈൻമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചെറിയ കുട്ടിയാകുമ്പോൾ ഒരു ഹോംവർക്ക് ചെയ്യാനും ഒക്കെ സ്കൂളിൽ നിന്ന് കൊടുത്താൽ അവർ പേരൻസ്, അച്ഛനായാലോ അമ്മയായാലോ പെട്ടെന്ന് അതൊക്കെ അങ്ങനെ ചെയ്ത് എൻ്റെ കുട്ടി നല്ല രീതിയിൽ നിൽക്കണം, മറ്റുള്ളവരുടെ മുന്നിൽ വലിയ ആളായി നിൽക്കണം എന്നുള്ളത് വിചാരിക്കുന്നതാണ് ഓവർ ഇൻവോൾവ് ആയിട്ടുള്ള പേരൻസ്. കുട്ടികളുടെ കാര്യത്തിലെല്ലാം വളരെയധികം കൈകടത്തുക. അതുപോലെ ഒരു ഗ്രൂപ്പിൽ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിക്ക് അവിടെ നിന്ന് ഒരു പ്രശ്നം ഉണ്ടായി, ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു കുഴപ്പം ഉണ്ടായി, തമ്മിലൊരു അടിപിടി ഉണ്ടായി എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള പേരൻസ് എന്താ ചെയ്യുക? പിന്നെ ആ കുട്ടിയെ ആ ഭാഗത്തേക്ക് വിട്ടില്ല, വേണ്ട, അങ്ങനെ പോകണ്ട എന്നുള്ളത് പറഞ്ഞ് ആ കുട്ടിയെ മാറ്റി നിർത്തും. അപ്പം കുട്ടിക്ക് ഇനി രണ്ടാമത് അങ്ങനെയൊന്നും ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാതിരിക്കുന്ന ഒരു തലത്തിലേക്ക് കുട്ടി പോകും. അപ്പോൾ ഓവർ ഇൻവോൾവ്മെന്റ് നന്നല്ല കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ. പേരൻസിന്റെ ഓവർ ഇൻവോൾവ്മെന്റ് നല്ലതല്ല എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ലൊക്കെ ഡെവലപ്പായി വരണമെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം. ഒരു പരിധി വരെ നമുക്ക് അവരുടെ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യാം, ചില ഏജ് വരെ നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താം. പക്ഷെ അവർ പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ തന്നെ അവരുടെ കാര്യങ്ങൾ നോക്കാനും അവർ തന്നെ ഡിസിഷൻസ് എടുക്കാനും ഉള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മൾ അവരെ പൊക്കി കൊണ്ടുപോകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരം പേരൻസ്, ഈ ഇപ്പോൾ പറഞ്ഞ ഈ 5 തരം പേരൻസ് ആവാതെ ഹോളിസ്റ്റിക് പേരൻസ് ആയി നമ്മൾ നിന്നാൽ നമുക്ക് നമ്മുടെ കുട്ടികളെ വളരെ വ്യത്യാസമുള്ള, വളരെ ഒരു നല്ല രീതിയിൽ അവരുടെ മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ളതും അതുപോലെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള എല്ലാ തലത്തിലും നമുക്ക് അവരെ കൈപിടിച്ച് ഉയർത്താം എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എല്ലാവരും ഹോളിസ്റ്റിക് പാരൻസ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇന്ന് ഒട്ടും വൈകിട്ടില്ല. ഇന്നു മുതൽ നമുക്ക് അതിനുള്ള ആ 5 പോയിന്റ്സ്, നേരത്തെ ഞാൻ പറഞ്ഞു 5 പോയിന്റ്സ് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നല്ലൊരു തലമുറയെ, നല്ല ഒരു ജനറേഷൻ, ഭാവിയിൽ നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് എത്താൻ ഉള്ള ഒരു ജനറേഷൻ നമുക്ക് വാർത്തെടുക്കാൻ ആ ഒരു 5 പോയിന്റ്സിനെ കൊണ്ട് കഴിയും. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പകർത്തുക എന്നുള്ളതാണ്. എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ആശംസിക്കുന്നു. താങ്ക് യു.